അവൻ ആ മാട്രിമോണിയിൽ കണ്ട പെണ്ണെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നാ പറയണത്. ഫോൺ നമ്പർ വാങ്ങി രണ്ടുപേരും സംസാരവും തുടങ്ങിയെന്ന്. എൻ്റെ വല്യേച്ചി കഴിഞ്ഞ പ്രാവശ്യത്തെ കേസ് അറിയാല. അവിടെ ചെന്നപ്പോൾ പെണ്ണിന് കോങ്ങണ്ണ്, ചെക്കനപ്പം വേണ്ട. അത്ര ആള് സംസാരിച്ചതും പിടിച്ച് ചെക്ക മറന്നവൻ. ആ പെണ്ണിൻ കൊച്ചിൻ്റെ കരച്ചില് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് പിന്നെ അവനും അറിയില്ലായിരുന്നല്ല പെണ്ണ് കോങ്ങണ്ണിയാണെന്ന്. പെണ്ണു വീട്ടുകാരും അത് പറഞ്ഞില്ല. അവിടെ ചെന്ന് കണ്ടപ്പോൾ അല്ലേ അറിയണത്. പിന്നെ ഒന്നിച്ച് ജീവിക്കേണ്ട അവരല്ലേ, അപ്പൊ പിന്നെ നമുക്ക് അവനെ കുറ്റം പറയാൻ പറ്റുമോ? അവന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്, അതുകൊണ്ടാണ് അവന് പെണ്ണ് കിട്ടാത്തതെന്നാണ് നാട്ടുകാരൊക്കെ പറയണതേ. അത് ശരിയായ കാര്യമാണ്. പക്ഷെ നമ്മളെങ്ങനെ പറയും? ഒന്നില്ലെങ്കിലും അവന് അച്ഛനും അമ്മയും ഇല്ലാത്ത മോനായി പോയില്ലേ അവൻ. അതും ശരിയാണ്. 20 വയസ്സായപ്പോഴേക്കും അമ്മനെ നഷ്ടപ്പെട്ട മോനല്ലേ. പിന്നെ അച്ഛനാണെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞുകൂടാ. അപ്പം കിട്ടണ പെണ്ണെങ്കിലും നന്നായിട്ടിരിക്കട്ടെ എന്ന് അവൻ വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോ ഡിമാൻഡ് വെക്കണതേ. പാവം മാലതി ഇപ്പോൾ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും ഇവനൊരു പെണ്ണിനെ സംഘടിപ്പിച്ചു കൊടുത്തേനെ. അത് സത്യമാണ്ട്ടെ വല്യേച്ചി. മാലതി ചേച്ചിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വല്ലാത്ത സാമർഥ്യം വരുന്നു. എന്തായാലും ഈ ഓഗസ്റ്റ് മാസം കഴിയുന്നതിന് മുന്നേ അവൻ്റെ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ അവന് 31 വയസ്സാവും. എന്തായാലും അവൻ്റെ ഇഷ്ടം പോലെ എല്ലാം നടക്കട്ടെ. അടുത്ത ആഴ്ച പെണ്ണിൻ്റെ വീട്ടിൽ പോകാനാണ് അവൻ പറയണത്. സ്വന്തം എന്ന് പറയുമ്പോൾ വല്യമ്മയായ ഞാനും കുഞ്ഞമ്മയായ നീയും മാത്രമല്ലേ അവനുള്ളൂ. നമുക്ക് പോവാൻ വല്യേച്ചി. എന്നാണെന്ന് വെച്ചാൽ വല്യേച്ചി തലേ ദിവസം വിളിച്ച് പറഞ്ഞാൽ മതി. അവൻ പറയണ നമ്മൾ പോയി കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട അടുത്ത ആഴ്ച വേണമെങ്കിൽ 5 ദിവസം ലീവ് എടുത്ത് അവൻ വരാന്ന്. എന്നിട്ട് എൻഗേജ്മെന്റ് നടത്തി പിന്നെ ഒരു 5-6 മാസം കഴിയുമ്പോൾ ലീവ് ഉണ്ടല്ലോ, അന്നേരം വരുമ്പോൾ കല്യാണവും കഴിക്കാന്നാണ് അവൻ പറയണത്. അതെന്തെങ്കിലും ചെയ്യാൻ വല്യേച്ചി. പെണ്ണെ പോയാൽ ആദ്യം കാണട്ടെ. നിനക്ക് ഈ ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടാടി? ഈ ഞായറാഴ്ച ഇതുവരെ പരിപാടിയൊന്നും ഇല്ല. എന്നാ പിന്നെ ഈ ഞായറാഴ്ച പോയാലാ? അതിനെന്താ, പോവാൻ വല്യേച്ചി. ലൊക്കേഷൻ എവിടെയെന്നറിയാവോ? അതാ തുരുത്തിലാണ്. നിനക്കറിയില്ലേ? ഒരു പണി, ഞാനവിടെ വീടിൻ്റെ അടുത്ത് ചെന്നിട്ട് ലൊക്കേഷൻ വല്ലതും അയക്കാം. നീ അവിടെ നിന്ന് നേരിട്ട് അങ്ങോട്ട് ഒരു ഓട്ടോ വിളിച്ച് വല്ലതും വന്നാൽ മതി. എന്നാ അങ്ങനെ ചെയ്യാം. ഞാൻ വന്നിട്ട് വീട്ടിലോട്ട് കയറിയാൽ മതി കേട്ടാ. അവിടെ എവിടെയെങ്കിലും നിന്നാൽ മതി. അതത്രേ ഉള്ളൂ. നീ വന്നിട്ടേ കയറുള്ളൂ. നീ ഒരു പണി, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നിന്നെ വിളിക്കുക. അന്നേരം നീ ഇറങ്ങിയാൽ മതി. അപ്പം പിന്നെ ഏകദേശം നമ്മൾ ഒരു സമയത്തായിരിക്കും അങ്ങോട്ട് എത്തണത്. പിന്നെ ഞാൻ വഴിയിൽ നിൽക്കാം. അപ്പം നീ അങ്ങോട്ട് വന്നാൽ മതി കേട്ടാ. എന്നാ ഓക്കെ, ശരി. ശരി എന്നാ. എൻ്റെ തമ്പുരാനെ, ഈ കല്യാണമെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു. എന്തുണ്ട് വിശേഷം? ശിവ ചേച്ചി, കുറേ ആയില്ല ഇങ്ങോട്ട് കണ്ടിട്ട്. ഇങ്ങോട്ടേ ഇറങ്ങണം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും. പക്ഷെ സമയം വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കായി പോവും. ഇപ്പം ഞാൻ ജാസ്മിൻ്റെ വീട് വരെ വന്നാണേ. അവരപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എത്തിയാ. അപ്പം പിരിവിന് ഇറങ്ങുമല്ലോ അവര്. അടുത്തന്നെ കാണാം. ഈ പ്രാവശ്യം അത് ഉണ്ടാവൂലട്ടാ. വമ്പൻ സെറ്റപ്പായി പോയി. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1 രൂപ പോലും കൊടുക്കാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റിയെന്ന്. നോണേണാന്നാവോ? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടവര്. അപ്പം പിന്നെ പൈസ ഒന്നും ഇറക്കണ്ട, പൈസ ഇറക്കാണ്ട് പോരാൻ പറ്റൂട്ടാ. അതെങ്ങനെയാടി? അതെ, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിൽ കയറിയാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളെയൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ഇപ്പം മാസം 400-500 രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകളൊക്കെ അതിനകത്തുണ്ടെന്നേ. 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതിന് പുറമെ ഇപ്പോൾ എടുക്കുമ്പോൾ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. അത്ര ഉള്ള കൊള്ളാല്ല. പിന്നിപ്പേ എല്ലാവർക്കും ചെറിയ പ്രായത്തിലൊക്കെ പ്രഷറും ഷുഗറൊക്കെ വരുന്നതല്ലേ. ഡയബറ്റിക്സ്, തൈറോയ്ഡ് ഇഷ്യൂസ്, BP, ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് 1ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ക്ലെയിം സപ്പോർട്ടൊക്കെ 30 മിനിറ്റിനുള്ളിൽ കിട്ടുന്നേ. അല്ലടി, ഇതപ്പം നാട്ടിലുള്ളവർക്ക് മാത്രം എടുക്കാൻ പറ്റുള്ള? പ്രവാസിയായിട്ടുള്ള എൻ്റെ മോന് എടുക്കാൻ പറ്റുമത്? എടുക്കല്ല. പ്രവാസികൾക്കൊക്കെ പുറം നാട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാളെ 35-40% വരെ ചിലവ് കുറവിൽ നാട്ടിൽ നിന്ന് എടുക്കാം. എന്നാ പിന്നെ അവനോട് പറഞ്ഞെടുക്കാൻ പറയണം. നല്ല കാര്യമല്ലേ ഇത്? അതെ. എടീ, നീ ഞായറാഴ്ച ഫ്രീ ആണാ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഗുരുവായൂർ വരെ പോവായിരുന്നു. എനിക്ക് ആരും കൂട്ടില്ല. അയ്യോ ഫ്രീ അല്ല. എൻ്റെ ചേച്ചിയില്ലേ, മാലതി ചേച്ചിയുടെ മോൻ്റെ പെണ്ണ് കാണലുണ്ട്. അപ്പം അതിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചതേ വല്യേച്ചി ഇപ്പം ഫോൺ വിളിച്ച് അങ്ങോട്ട് വെച്ചേ ഉള്ളൂ. എന്നാ പിന്നെ ആ കാര്യം നടക്കട്ടെ. നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച പോവാം. അതൊക്കെ.
ഇങ്ങോട്ട്. ആ ആ എൻ്റെ വലിയേച്ചി, ഞാനാണെങ്കിൽ ഫോൺ എടുക്കാൻ മറന്നുപോയിന്നേ. ഇവിടെ പകുതി എത്തിയപ്പോഴാണ് ഓർത്തത്. ഓട്ടോക്കാരനോട് സ്ഥലം പറഞ്ഞപ്പോൾ ഓട്ടോക്കാരനെ അറിയാമെന്നും പറഞ്ഞിട്ട് എന്നെ വളവിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവനെ ഒരു പോക്ക്. ഞാൻ അവിടെ നിന്ന് തമ്പുരാനെ അന്ന് ഈ വഴി ഒന്ന് നടന്നു നോക്കാന്ന് വിചാരിച്ചു വെറുതെ നടന്നു വന്നപ്പോഴാണ് വലിയച്ചിനെ കണ്ടത്. ആ നീ വാ. ഏതാ വലിയച്ചി വീട്? ദേ അതാണ് വീട്. വാ വലിയച്ചി. അനീഷ് മോൻ്റെ വീട്ടിൽ നിന്ന് വന്നതല്ലേ? ആ അതെ അതെ. ഇവിടെ അടുത്തടുത്ത് വീടായതുകൊണ്ടേ നിനക്ക് വീട് മാറിപ്പോണ്ടെന്ന് വിചാരിച്ച് ഞാൻ പുറത്തിറങ്ങി നിന്നാണ്. വാ വാ അകത്തോട്ട് വാ. ഇതിലാരാണ് വല്യമ്മ, ആരാണ് കുഞ്ഞമ്മ? ഞാനാണ് വല്യമ്മ, അമ്മയുടെ ചേച്ചിയാണ് അനീഷ് മോൻ്റെ. ഇത് ഞങ്ങളുടെ അനിയത്തിയാണ്, അതായത് അനീഷ് മോൻ്റെ അമ്മയുടെ അനിയത്തി. ആ അനീഷ് മോൻ ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് വന്നേന്ന്. എന്താണ് വീട്ടിൽ വേറെ ആണുങ്ങളാരും ഇല്ലേ? അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു 3-4 കൊല്ലം മുന്നേ മരിച്ചു പോയതാണ്. എനിക്ക് ആകെ ഉള്ളൊരു മോളാണ്. ആളും ഭർത്താവും ജർമ്മനിയിൽ വർക്ക് ചെയ്യാണ്. അവർ ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരിപ്പം ഞങ്ങളുടെ കൂടെ വന്നേനെ. അപ്പം പിന്നെ ഞങ്ങളൊന്ന് വന്ന് കണ്ടിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ കാരണവന്മാരെ മാമനുണ്ട്, അമ്മായി ഉണ്ട്, കുഞ്ഞോത്തോലുണ്ട്, അവരെയൊക്കെ കൂട്ടി വരാലോ എന്ന് ഓർത്ത് ഇരിക്കുകയാണ്. ഞങ്ങൾ കണ്ടാദ്യം ഇഷ്ടപ്പെടണം. അപ്പോൾ കുഞ്ഞമ്മയുടെ ഭർത്താവ്? ഞാൻ മാരീഡല്ല. അയ്യോ, അതെന്ത് പറ്റി ഇത്ര പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തത്? എനിക്ക് മാരീഡ് ലൈഫിൽ വലിയ വിശ്വാസമില്ല. പിന്നെ അനീഷ് മോൻ്റെ അമ്മയുടെ കേസും അറിയാലോ. എന്ത് കേസ്? അയ്യോ പേടിക്കണ്ട കേട്ടോ, കേസൊന്നും ഇവിടെ ഉദ്ദേശിച്ചതേ അനീഷ് മോനെ ചെറിയ പ്രായമുള്ള 9 മാസം അങ്ങനെ എന്തോ ഉള്ളപ്പോൾ അനീഷ് മോൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണേ. അപ്പം ആ ഒരു കാര്യമാണ് ഇവിടെ കേസെന്ന് ഉദ്ദേശിച്ചത്. അതെ അതെ, അനീഷ് മോന് 9 മാസം പ്രായമുള്ളപ്പോഴാണ് അനീഷ് മോൻ്റെ അച്ഛൻ നാട് വിട്ട് പോയത്. പിന്നെ പാവം എൻ്റെ ചേച്ചി കാത്തിരുന്ന് പുള്ളിനെ, അങ്ങനെയാണ് മരിക്കണത്. അപ്പം തീരെ ചെറുതിൽ മരിച്ചാണോ അനീഷ് മോൻ്റെ അമ്മ? അല്ലല്ല, അവനൊരു 20 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. ഓ, അതിനുശേഷം ഞങ്ങളാണ് അവനെ വളർത്തിയത്. അല്ല, ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു അവൻ. അവൾ മാലതിക്ക് ജർമ്മനിയിലായിരുന്നു ജോലി, അവിടെ വെച്ച് തന്നെയാണ് മരിച്ചത്. വെറുതെ അല്ല, വല്യമ്മയുടെയും കുഞ്ഞമ്മയുടെയും കാര്യം പറയാൻ അനീഷ് മോന് നേരമുള്ളൂ. അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിട്ടുള്ളൂ അവനെ ആരും. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാലും അതൊന്നും മാറാനും പോകുന്നില്ല. അതൊക്കെ മോള് മാറ്റിയെടുത്തോളും. എന്ത്? അല്ല, സ്വഭാവം നല്ല രീതിക്ക് മാറ്റിയെടുത്തോളും എന്ന് പറയായിരുന്നേ മോള് മേടിക്കുക. അങ്ങനെ മാറ്റാനൊന്നുമില്ല, ഇപ്പോഴേ നല്ല രീതിയിലാണ് അവൻ. എനിക്ക് രാവിലെ തുടങ്ങി വയറ്റിന്റെ ഒരു അസ്കിതയാണ്. കപ്പ തിന്നാ എനിക്ക് പിന്നെ ഇത് തന്നെയാണ്, എമ്പക്കം തന്നെ ആയിരിക്കും. കക്കൂസേന്ന് ഇറങ്ങാൻ നേരം കിട്ടൂല. ഇയാളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഈ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ലല്ലോ, തോന്നിയതായിരിക്കും. നമസ്കാരം, ഞാനാണ് അനീഷിന്റെ വല്യമ്മ. ഞാൻ കേട്ട് കക്കൂസേന്നിരുന്നപ്പോ ഇന്നലെ അനീഷ് മോൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. എന്നോട് ഒരു 1/2 മണിക്കൂറോളം സംസാരിച്ചു. പാവം, ഒരു അച്ഛനില്ലാതായിപ്പോയതിന്റെ വിഷമം ആ കൊച്ചിന് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ ഉറപ്പ് കൊടുത്ത്, ഇനി മുതൽ അനീഷ് മോൻ അച്ഛനില്ലെന്ന് പറയരുത്. അനീഷ് മോന്റെ അച്ഛൻ ഞാനാണ്. ഇനിയിപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിലും നടന്നാലും. ഇന്നലെ അനീഷ് മോൻ വിളിച്ചത് വെച്ചത് മുതല് അച്ഛൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എല്ലാം ഞങ്ങളുടെ അനീഷ് മോന്റെ ഭാഗ്യം. വൈകിയാണെങ്കിലും നല്ലൊരു അച്ഛനെ അമ്മനെ അവന് കിട്ടിയല്ലോ. എനിക്കും അതെ, മോനോടൊരു പ്രത്യേക ഇഷ്ടമാണ് തോന്നിയത് ആദ്യ സംസാരത്തിൽ തന്നെ. അവനങ്ങനെയാണ്, എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറൂ. ഒരാളെയും വിഷമിപ്പിച്ചൊരു വർത്താനം അവൻ പറയില്ല. ചെറുതിലേ മുതൽ എൻ്റെ കൂടെ ആയിരുന്നു അവനേ.
സ്നേഹം മാത്രമല്ല കേട്ടോ, നല്ല ആത്മാർത്ഥതയുള്ള കുട്ടിയാണ്. എല്ലാം ഞാനാണ് അവനെ ചെറുതിലേ തുടങ്ങി പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തത്. ചെറുതിലേ ചെറിയ ചെറിയ വാശിക്കൊക്കെ കാണിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കും, മോനെ വാശിയൊന്നല്ല വലുത്, നല്ല രീതിക്ക് എല്ലാവരെയും സ്നേഹിച്ച് നല്ല രീതിക്ക് നടക്കണം, അതാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കുട്ടിക്കേ. അപ്പൊ മോന് നല്ല സ്വഭാവങ്ങളൊക്കെ കിട്ടിയത് നിങ്ങൾ രണ്ടുപേരും കാരണമാണല്ലേ? അതെ. അല്ല, പെൺകുട്ടിയെ കണ്ടില്ലല്ലോ. വിളിക്ക. മോളെ ചായ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. മോളുടെ പേരെന്താണ്? അനീഷ്യ. ആഹാ, ഞങ്ങളുടെ മോന്റെ പേര് അനീഷ്, മോളുടെ പേര് അനീഷ്യ. കൊള്ളാലോ, നല്ല മാച്ച് ഉണ്ടല്ലോ പേരുകൾക്ക് തന്നെ. എനിക്ക് പണ്ടൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, അവനെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്റെ ഓർമ്മയ്ക്കാണ് ഞാൻ എന്റെ മോക്ക് അനീഷ്യ എന്ന് പേരിട്ടത്. മോനുണ്ടായി കഴിഞ്ഞാൽ അനീഷ് എന്ന് പേരിടണമെന്ന് ചേട്ടൻ എപ്പോഴും പണ്ട് പറയുമായിരുന്നു. മോനുണ്ടായില്ല, മോളാണ് ഉണ്ടായത്. ഇപ്പൊ മരുമോൻ അനീഷ് എന്നുള്ളൊരു പേരുള്ള ഒരാളെ തന്നെ കിട്ടിയില്ലേ. മരുമോനല്ല, മോൻ. അനീഷ് മോൻ ദുബായി പോയിട്ട് ഇപ്പോ 5 കൊല്ലം കഴിഞ്ഞല്ലേ, അങ്ങനെയാ പറഞ്ഞത്. അതെ അതെ, 5 കൊല്ലം കഴിഞ്ഞ്. എൻ്റെ മോള് ജർമ്മനിക്ക് അവനെ കൊണ്ടുപോകാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല, എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നില്ല. പിന്നെ അപ്പം തന്നെയാണ് അവന് ദുബായിൽ ജോലി കിട്ടിയത്. അപ്പം അത് നല്ലൊരു പാക്കേജാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയി. പഠിക്കണ കാലത്തൊക്കെ നല്ല മിടുക്കനായിരുന്നേ. 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ പേരിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം അത് വിറ്റിട്ടൊക്കെയാണ് അവൻ പഠിച്ചത്. ആദ്യം ഞാനും വലിയേച്ചിയും അവനൊക്കെ ഒരുമിച്ചാണ് വീട്ടിൽ താമസിച്ചിരുന്നത്, തറവാട്ടിലേ, ചേച്ചിയുടെ ഒപ്പം. പിന്നെ ദുബായി പോയി വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് മാറി. അപ്പം ഞാനും അവൻ്റെ ഒപ്പം അങ്ങോട്ട് ചെന്ന്. അപ്പം അവ ഒറ്റയ്ക്ക് അവിടെ താമസിക്കണം, എനിക്ക് വല്ലാത്ത വിഷമമാണ്. അത് നന്നായി, എപ്പോഴും ഒരാൾ കൂടെ ഉള്ളത് ഒരു ധൈര്യമാണ്. ഇനിയിപ്പോ ഇവരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ കുഞ്ഞമ്മക്ക് വേണമെങ്കിൽ വല്യമ്മയുടെ ഒപ്പം പോയി നിക്കല്ല, ഞങ്ങൾക്ക് അവിടെ വന്ന് നിക്കാം, നമ്മൾ വാടക കാശും കൊടുക്കണ്ട. അതവൻ സമ്മതിക്കൂന്ന് തോന്നുന്നില്ല. ഞാനോ വലിയേച്ചും ഇല്ലാണ്ട് അവൻ ഉറങ്ങൂലെന്നേ. അതെന്റെ മോൾ അവിടെ വന്ന് കേറുമ്പോ തന്നെ എല്ലാം ശരിയായിക്കോളും. ചേച്ചി, ഈ ബന്ധം വേണോ? തള്ള മുറ്റാണെന്ന് തോന്നണ്ടല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കടി. മോന് ഇഷ്ടപ്പെട്ടല്ലേ, അപ്പം അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അല്ല, അപ്പൊ മോന്റെ അച്ഛൻ മരിച്ചു പോയതാണോ? അല്ലല്ല, മരിച്ചു പോയതല്ല. അനീഷ് മോന് ഒരു 9 മാസം പ്രായമുള്ളപ്പോൾ എവിടേക്കോ പോയി, പിന്നെ തിരിച്ചു വന്നില്ല. അവരുടെ പ്രേമവിവാഹമായിരുന്നേ. അപ്പം അച്ഛനാണെങ്കിൽ അത്ര ഇഷ്ടമില്ലാത്ത കല്യാണം ആയതുകൊണ്ട് തന്നെ മാറി താമസിച്ചോളാൻ പറഞ്ഞ് ഒരു സ്ഥലം മേടിച്ചു കൊടുത്ത്. അപ്പം അങ്ങോട്ട് രണ്ടുപേരും കൂടി മാറി താമസിച്ച് ജീവിതമൊക്കെ തുടങ്ങി. പിന്നെ കുഞ്ഞായപ്പോൾ എന്തോ വാക്ക് തർക്കം അങ്ങനെ എന്തോ ആയിട്ട് പോയി പുള്ളി. പിന്നെ പുള്ളി വന്നില്ല. മരിച്ചോ ജീവിച്ചോന്ന് ആർക്കറിയാം. എവിടെയായിരുന്നപ്പോ അനീഷ് മോന്റെ അമ്മയുടെ നാട്? ഞങ്ങളുടെ നാട് ആലുവയാണ്. ചേച്ചിയൊക്കെ താമസിച്ചിരുന്ന ഉളിയന്നൂരില്ലേ, ആ ഉളിയന്നൂർ ഭാഗത്തായിരുന്നു. പിന്നെ പുള്ളി ഉപേക്ഷിച്ച് പോയതിന് ശേഷം പിന്നെ ചേച്ചിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവിടുത്തെ സ്ഥലമൊക്കെ വിറ്റ് അങ്ങനെയൊക്കെ. ഞങ്ങളുടെ ഒപ്പം തറവാട്ടിലായിരുന്നു ചേച്ചി. ഉളിയന്നൂരോ? ആഹാ, അപ്പൊ നമ്മൾ ഒരേ നാട്ടുകാരുമായില്ല. ചേട്ടൻ പണ്ട് ചെറുതിലേ അവിടെ ഉണ്ടായിരുന്നു കുറെ കാലം. അവിടെ നിന്ന് പിന്നെ എല്ലാം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നൊക്കെ എന്തൊക്കെയോ വിറ്റ് പോകുന്നതിന് ശേഷമാണ് നമ്മൾ ഈ നാട്ടിലോട്ട് വന്നത്. ചേച്ചി പണ്ട് താമസിച്ചിരുന്നത് പെരുന്തച്ഛൻ്റെ ഒരു അമ്പലമില്ലേ അവിടെ, അതിന്റെ ഏകദേശം അടുത്തായിട്ട് വരും. എനിക്കറിയില്ല, ചേട്ടനറിയാൻ പറ്റുമായിരിക്കും. അപ്പോ അനീഷ് മോന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? മാലതി. മാലതി ഈശ്വരപിള്ള. അയ്യോ, ഈശ്വരപിള്ള ചേട്ടാ, ചേട്ടന്റെ പേര് തന്നെയല്ല അനീഷ് മോന്റെ അച്ഛന്റെ പേരും. വലിയ ഈശ്വരപിള്ള ചേട്ടനാണിത്.
സൂക്ഷിച്ച് നോക്കണ്ട, അത് ഞാൻ തന്നെയാണ്. ആ എനിക്ക് വന്ന് കയറിയപ്പോ തന്നെ സംശയം തോന്നിയാണ്. പിന്നെ അന്ന് പുള്ളിക്ക് അധികം മുടി ഉണ്ടായിരുന്നില്ലല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കണ്ണിന്റെ പ്രശ്നമാണെന്ന്. ഇത് അത് തന്നെയാണ്, അയാൾ തന്നെയാണ്. എന്താണ് നിങ്ങൾ ഈ പറയണത്? അതെ, ഈ കല്യാണം നടക്കൂലെന്ന്. അമ്മ എടാ കള്ള, നീ എന്റെ അനുജത്തിനെ പറ്റിച്ചിട്ട് ഇവിടെ വന്ന് സുഖമായിട്ട് ജീവിക്കണല്ലേ? ഞാൻ പറ്റിച്ചതല്ല, അവളോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ് എന്റെ കൂടെ പോരാൻ. അപ്പൊ നാടും വീടും വിട്ട് വരാൻ പറ്റൂല, കൈക്കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ടാണ് വരാഞ്ഞത്. ആ നേരത്തെ ദേഷ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഞാനൊന്നും അവളെ തല്ലുകയും ചെയ്ത്. ആ ദേഷ്യത്തിന് എന്നോട് ഇറങ്ങി പോവാനും പറഞ്ഞു. ചെറിയ പ്രായമല്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരിച്ച് ഞാൻ വന്ന് എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചങ്ങോട്ട് വന്നിരുന്ന് അപ്പോഴാണ് അവിടുത്തെ വീടും സ്ഥലവും ഒക്കെ വിറ്റവര് പോയി എന്നറിഞ്ഞത്. വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ ആരോ പറയണ കേട്ടപ്പ പിന്നെ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനും വേറെ കല്യാണം കഴിച്ചത്. പണ്ട് കഷണ്ടി ആയിരുന്നല്ലോ, അതാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവാഞ്ഞത്. ഇത് വിഗാണ്, ഇപ്പോഴും കഷണ്ടിയാണ്. നല്ല ബന്ധം തന്നെ അവൻ കണ്ടുപിടിച്ചത്. സ്വന്തം അനിയത്തിനല്ലേ കെട്ടാൻ പോണത്. ശാരദേ, നിങ്ങൾ മിണ്ടരുത്. ഇത്രയും കാലം നിങ്ങളെ പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചതൊന്നുമല്ല, അവള് പോയിന്റെ എവിടെയാണെന്ന് പറഞ്ഞൂടാ. പിന്നെ അതിനെപ്പറ്റി പറയണ എന്തിനാന്ന് വിചാരിച്ചാ പറയാഞ്ഞത്. ഇവരങ്ങോട്ട് ഇറങ്ങട്ടേട്ടാ, ശരിയാക്കി തരാം ഞാൻ. വാ ചേച്ചി, ഇനി ഇവിടെ ഇരിക്കാൻ എന്തിനാണ്? വെറുതെ അല്ല അവനോട് സംസാരിച്ചപ്പോ വല്ലാത്ത ആത്മബന്ധം തോന്നി എന്ന് പറഞ്ഞത്. പാവം എന്റെ മോൻ വല്ലാതെ ആഗ്രഹിച്ചു കല്യാണം നടക്കാൻ. ഇനി അവനെ ഞാൻ എന്തു പറഞ്ഞു മനസ്സിലാക്കും? ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം അവന്. എന്റെ മോനല്ലേ, അവന് മനസ്സിലാവും. ഇനി മേല അവനെ വിളിക്കണ്ട. ഇത്രയും കാലം അവനെ അച്ഛനുണ്ടായിട്ടല്ലേ ജീവിച്ചത്. ഇനിയും വേണ്ട അച്ഛൻ. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിച്ചോളും. അത് ഏതൊക്കെ രീതിയിലാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്കറിയാം. ഇനി അച്ഛന്റെ കഥ പറഞ്ഞ് അങ്ങോട്ട് വിളിച്ച് പറയാൻ നിൽക്കണ്ട. അങ്ങനെ ഒരു അച്ഛൻ അവനില്ല. ഹലോ, അപ്പൊ വീഡിയോയുടെ തുടക്കത്തിലായിട്ട് ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ വലിയൊരു തുക ഹോസ്പിറ്റലിൽ ചെലവാക്കാൻ അധികം താമസമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെയൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണി QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.